ആ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ് ആ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത്. കോൺഗ്രസ് പാർട്ടി ഉചിതമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിനെ പോലെയുള്ള, കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയുന്ന, ജനങ്ങളോട് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യവും ബന്ധവുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ, ഒരു ജനാധിപത്യ പ്രസ്ഥാനമെന്ന നിലയിൽ കോൺഗ്രസ് ആ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നടപടികൾ ഓരോന്നായി നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അത് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയമായും സംഘടനാപരമായും കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഉചിതമായ തീരുമാനങ്ങൾ ആ കാര്യത്തിൽ കോൺഗ്രസ് എടുക്കും. അത്തരം കാര്യങ്ങളിലൊന്നും ആ കാര്യത്തിൽ കോൺഗ്രസിനെ 100% വിശ്വാസമാണ്. കാരണം ഒരു ജനാധിപത്യ പ്രസ്ഥാനമെന്ന നിലയിൽ ജനങ്ങൾക്ക് എപ്പോഴും അഭിപ്രായം പറയാൻ കഴിയുന്നൊരു പാർട്ടി എന്ന നിലയിൽ, ആ അഭിപ്രായങ്ങളെ മുഖവിലേക്കെടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ആ കാര്യത്തിൽ കൃത്യവും വ്യക്തവുമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ രാഹുലിനെ പോലുള്ളൊരു ചെറുപ്പക്കാരൻ ജനങ്ങൾ എത്ര ഇഷ്ടപ്പെട്ട വലിയൊരു ഭാവി കണ്ടൊരു MLAക്ക് അല്ലെങ്കിൽ ഇത്തരമുള്ളൊരു യുവാവിന് നേരിട്ടൊരു പ്രശ്നങ്ങൾ അത് വലിയ തോതിൽ പാർട്ടിക്കും ഒപ്പം തന്നെ കോൺഗ്രസിനും UDF എല്ലാം തന്നെ ഒരു കോട്ടം തന്നെ. ഈ വിഷയത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ വരട്ടെ. ഇപ്പോൾ തന്നെ പലപ്പോഴും നമുക്കറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സമാന സ്വഭാവത്തിലുണ്ടായിട്ടുള്ള സംഭവങ്ങളുടെയൊക്കെ അന്തിമ ഫലം എന്താണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. നമുക്കിതെല്ലാം നോക്കാം, ഇതെല്ലാം പരിശോധിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ബഹുജന താല്പര്യത്തിന്, ജനങ്ങളുടെ അഭിപ്രായത്തിന് വലിയ പരിഗണന കൊടുത്തുകൊണ്ട് ആ കാര്യത്തിൽ ജനാഭിലാഷത്തിന് അനുരോധമായ നിലപാട് സ്വീകരിക്കും. എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിൽ പ്രധാനമായും കോൺഗ്രസ്സാണ് ഇത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത്. അതവർ ചെയ്യും എന്നുള്ള നല്ല പ്രതീക്ഷയും പ്രത്യാശയുമാണ് UDFൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്.